18 years ആയപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ സമയത്ത് അങ്കിള് ട്രേഡ് ചെയ്യണ കണ്ടിട്ട് അന്നൊന്നും ടെക്നോളജി ഒക്കെ വളരെ കുറവാണ്. പല ആൾക്കാർക്കും പല പെർസ്പെക്റ്റീവ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി. ഈ ഫൈനാൻഷ്യൽ ഗോൾസ് പറയുമ്പോൾ ഒന്നെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് ഇടും, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ഇടും. മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞത് 2012, 2013 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഒരാൾ അറിഞ്ഞത്. വളരെ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ഇപ്പോൾ 100 rupees വെച്ചിട്ട് വരെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആദ്യം നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇത്രയും ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു വെൽത്ത്. എന്ത് കാര്യമാണെങ്കിലും നമ്മളൊരു വലിയ ഗോൾ വെക്കണം. ആ ഗോൾ വെച്ച് കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തോന്നുന്നത്. ഈ കോടികളുടെ കണക്ക് കേൾക്കുമ്പോഴും അതേപോലെ തന്നെ 15 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കണക്ക് കേൾക്കുമ്പോഴും ആൾക്കാർ ഇൻട്രസ്റ്റഡ് അല്ല. അത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ കുഴപ്പമാണ്. ഇത് നമ്മൾ ടോട്ടൽ ഒരു 30 കൊല്ലം ചെയ്ത് കഴിഞ്ഞാൽ 1,80,000 rupees ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 30 years കഴിഞ്ഞാൽ this is going to be around 7.4 lakhs. ഹാപ്പിനെസ് മണി ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് പൈസയും വെൽത്തും ഉള്ളവർക്ക് അറിയാം ഹാപ്പിനെസ് എവറിത്തിങ് ഇസ് നോട്ട് മണി എന്നുള്ള കേസ്. അപ്പോൾ ചില സന്തോഷങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമില്ല. അല്ലാത്ത പക്ഷേ ഈ സേവിങ്സ് ഇല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റോ എന്തോ കാര്യങ്ങൾ ചെയ്തോട്ടെ, എന്തെങ്കിലും ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ആവും, ഒന്നും ചെയ്യാൻ പറ്റാത്ത. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സിന് നമ്മൾ ആവറേജ് ഒരു 5 to 10 years ഡൗൺ ദ ലൈൻ നോക്കുകയാണെങ്കിൽ 12-13% ഒക്കെ ഈസിലി നമുക്കത് മേക്ക് ഔട്ട് ചെയ്യാം. ഇങ്ങനത്തെ റീസൺസ് പറയുന്ന ആൾക്കാർ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത ആളുകളാണ്. അവരാണ് ഇങ്ങനെ പറയുള്ളൂ. ഉള്ളവർ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുക പോലും. സോ ഇന്ന് മ്യൂച്വൽ ഫണ്ട് ദ വെൽത്ത് ബിൽഡർ നമുക്കിന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത് മിസ്റ്റർ സനൂപ് സിദ്ദിഖാണ് ഫ്രം കെയ്ൻസ് വെൽത്ത് അല്ലേ? കെയ്ൻസ് വെൽത്ത്. ഇൻട്രോ സാറിന് പറഞ്ഞു. ഹു ആർ യു ആൻഡ് വാട്ട് യു ഡു? ഓക്കെ, എൻ്റെ ഒരു സനൂപ് സിദ്ദിഖ്. ഞാൻ കഴിഞ്ഞ 8 years ആയിട്ട് കെയ്ൻസ് വെൽത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഫേം എറണാകുളം ബേസ്ഡ് ആയിട്ട് നടത്തി വരുന്നുണ്ട്. മെയിൻലി വി ഫോക്കസ് ഓൺ വെൽത്ത് ബിൽഡിംഗ്. അങ്ങനെ 3 pillars ഓഫ് പേഴ്സണൽ ഫിനാൻസ്, ഇൻവെസ്റ്റിംഗ്, അതേപോലെ തന്നെ ഇൻഷുറൻസ്, അതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്? അപ്പം അതായത് വെൽത്ത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെ ഇതിലേക്ക് വന്നു? ഈ ഫീൽഡിലേക്ക് വന്നത് ബൈ ആക്സിഡൻ്റ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷേ 18 years ആയപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ സമയത്ത് അങ്കിള് ട്രേഡ് ചെയ്യണ കണ്ടിട്ട് അന്നൊന്നും ടെക്നോളജി ഒക്കെ വളരെ കുറവാണ്. വളരെ കുറച്ച് ബ്രോക്കേഴ്സിനാണ് ഓൺലൈനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഫോണിൽ ചെയ്യുന്ന സംഭവം. അന്നൊക്കെ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസ് ഒന്നും ഇല്ല. ജാവ പഴയ സിംബിയൻ ഫോൺസിലൊക്കെയാണ് ട്രേഡിങ് കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. അപ്പോൾ അന്നൊരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് ബിടെക് ഫസ്റ്റ് ഇയർ ഉള്ളപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ കുറച്ച് ചെറിയ ചെറിയ ട്രേഡ്സ് ഒക്കെ എടുത്തിട്ടാണ് ഈ ഫീൽഡിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നത്. അത് കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞ് MBA കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു വലിയൊരു ഗ്യാപ്പ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. കുറച്ച് നാൾ IT ഫേംസിലൊക്കെ വർക്ക് ചെയ്ത് ആൻഡ് സ്റ്റാർട്ടഡ് കെയ്ൻസ് വെൽത്ത്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. കമ്പ്യൂട്ടർ സയൻസ് IT കയറി. മ്യൂച്വൽ ഫണ്ട്സ് അതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. സോ മ്യൂച്വൽ ഫണ്ട്സിന് വാട്ട്സ് യുവർ ഡെഫിനിഷൻ? പല ആൾക്കാർക്കും പല പെർസ്പെക്റ്റീവ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി. ഈ ഫൈനാൻഷ്യൽ ഗോൾസ് പറയുമ്പോൾ ഒന്നെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് ഇടും, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ഇടും, അല്ലെങ്കിൽ ഒരു 10 years 15 years, അല്ലെങ്കിൽ ചില 30 years 40 years അങ്ങനെ ഇടാറുണ്ട്. സോ അക്കോർഡിംഗ് ടു യു വാട്ട് ഈസ് മ്യൂച്വൽ ഫണ്ട്? വാട്ട് ഈസ് മ്യൂച്വൽ ഫണ്ട്? സോ ഞാൻ പറഞ്ഞു 2009 ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന ടൈമിൽ അന്ന് ഇക്വിറ്റി എല്ലാവരും ചെയ്യുന്ന പോലെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ അത് മാത്രമാണ് അറിയുള്ളൂ. മ്യൂച്വൽ ഫണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞത് 2012, 2013 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞത്. പക്ഷെ അതേ സമയത്ത് തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു NRI ആണ്. ആള് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ കാണിച്ചു തന്നിരുന്നു. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. മ്യൂച്വൽ ഫണ്ട് ഏതൊരു സാധാരണ ഒരാൾക്കും വളരെ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് ഇപ്പോൾ 100 rupees വെച്ചിട്ട് വരെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പേഷ്യൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. വേറെ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ സ്ഥലം വാങ്ങിക്കുകയാണെങ്കിലും ഗോൾഡ് വാങ്ങിക്കുകയാണെങ്കിലൊക്കെ മിനിമം ഇത്ര എമൗണ്ട് വെച്ചിട്ട് സ്പെൻഡ് ചെയ്യണം. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സിൽ 100 rupees വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ആദ്യം നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇത്രയും ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. ഒരു 100 രൂപയുടെ കേസ് പറഞ്ഞു. അപ്പം മ്യൂച്വൽ ഫണ്ട് തുടങ്ങാൻ ശരിക്കും 100 രൂപ മതി. പിന്നെ എന്തുകൊണ്ട് തുടങ്ങുന്നില്ല? ഞാൻ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് ഒരു 1000 rupees വെച്ച് നെക്സ്റ്റ് 30 years ഇട്ട് എത്ര രൂപ ആവുമെന്ന് ചുമ്മാ ഒന്ന് നോക്കിയായിരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 3,60,000. റിട്ടേൺസ് ഒരു 17% പെർ ആനത്തിൽ. റിട്ടേൺസ് വരുന്നത് 1,09 lakh rupees ആണ്. 30 വർഷത്തിന് മാസം 1000 രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ. പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാത്തത്? ഇത് മെയിൻലി മ്യൂച്വൽ ഫണ്ട് ഒരു ലോങ് ടേം പ്രൊഡക്റ്റ് ആണ്. പക്ഷേ ഷോർട്ട് ടേമിനുള്ള റവന്യൂസൊക്കെ ഉണ്ട്. ഒരു സാധാരണ നമ്മൾ ജോലിക്കൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം കിട്ടും.
വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ മിക്ക ആളുകളും ചെയ്യുന്നത് അത് വെച്ചിട്ട് ജീവിക്കുക എന്നുള്ളൊരു കാര്യം. പക്ഷേ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മളൊരു വലിയ ഗോൾ വെക്കണം. ആ ഗോൾ വെച്ച് കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തോന്നുള്ളൂ. ഇപ്പോൾ ആനന്ദ് പറഞ്ഞ പോലെ ഒരു ചെറിയൊരു കണക്ക് പറഞ്ഞു, അത് ഈ കോടികളുടെ കണക്ക് കേൾക്കുമ്പോഴും അതേപോലെ തന്നെ 15 കൊല്ലം 20 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കണക്ക് കേൾക്കുമ്പോഴും ആൾക്കാർ ഇൻട്രസ്റ്റഡ് അല്ല. അത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ കുഴപ്പമാണ്. നാളെ എന്ത് കിട്ടും എന്നാണ് ആളുകൾ കൂടുതൽ. നമ്മൾ 60 വയസ്സ് വിചാരിക്കും അന്ന് തുടങ്ങിയാൽ മതിയായിരുന്നു. അതെ അതെ. പിന്നെ ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇത്ര വലിയ കാൽക്കുലേഷനും ചെയ്യണ്ട. നമ്മൾ ഏറ്റവും ലോവസ്റ്റ് 500 രൂപ മാസം 2 ബിരിയാണിയുടെ പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കൊല്ലം നമ്മൾ 6000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യണം. ഏറ്റവും ലോവസ്റ്റ് റേറ്റ് എടുത്തോ, ഒരു FD റേറ്റ് 8% എടുത്തോ. ഇത് നമ്മൾ ടോട്ടൽ ഒരു 30 കൊല്ലം ചെയ്ത് കഴിഞ്ഞാൽ 1,80,000 റുപ്പീസാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 30 ഇയേഴ്സ് കഴിഞ്ഞാൽ ദിസ് ഈസ് ഗോയിങ് ടു ബി അറൌണ്ട് 7.4 lakhs. 1.8 ആണ്, 7.4 lakhs ആണ്. ഏറ്റവും ലോവസ്റ്റ് റേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളൂ, 8%. ഇത് ഒരു 14 15 ഒക്കെ മ്യൂച്വൽ ഫണ്ടിൽ കിട്ടും. ഡെഫിനറ്റ്ലി ആ ഒരു അറിയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഗ്രാൻഡ് ഫാദർ പണ്ടേ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 80s ടൈമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ആൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, അതായത് നമ്മൾ ഓരോ ഗോൾസിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഇത്ര ടൈം കഴിയുമ്പോൾ അതൊരു ഒരു വെൽത്തായിട്ട് വരും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം, അല്ലെങ്കിൽ പാസ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ഇത് എവിടെ ഇല്ലാതെ പോകുന്നില്ല. ഇപ്പോൾ ഗോൾസ് ഇല്ലാത്ത കാരണമാണ് മിക്ക ആളുകൾക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഏർജ് ഇല്ലാത്തത്. നമ്മൾ അങ്ങനത്തെ ഒരു ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഗോളിന് എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഒരു വളരെ വലിയ ചോദ്യമാണ് അത്. ബട്ട് എന്നാലും ഒരു ഷോർട്ടായിട്ട് എത്ര ഡ്യൂറേഷനും അതേപോലെ തന്നെ ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും, ഒരു ആഗ്രഹങ്ങളുണ്ടാവും. ചിലവർക്ക് പെട്ടെന്ന് ഒരു 3 കൊല്ലത്തിലൊരു കാർ വാങ്ങിക്കാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഒരു 15 കൊല്ലത്തിൽ എങ്ങനെ ഒരു വീട് ഉണ്ടാക്കാം. അപ്പം അതിന് ഒരു ഡ്യൂറേഷനും ഉണ്ട്, അതേപോലെ തന്നെ അതിന് ആവശ്യമുള്ള പൈസയുടെയും ഒരു വ്യത്യാസവും വരുന്നുണ്ട്. അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഒരു ഗോള് സെറ്റ് ചെയ്യാം. ആ ഗോള് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ പല ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവും. അത് നിൽക്കാനാണ് ചാൻസ്. ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലും അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടി 18 വയസ്സാകുമ്പോൾ, ഇപ്പോൾ 2 വയസ്സേ ഉള്ളൂ, 18 വയസ്സാകുമ്പോൾ മതി എന്നുള്ള രീതിയിൽ മക്കളുടെ എഡ്യൂക്കേഷനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു 3-4 കൊല്ലം ആകുമ്പോൾ ആരെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് വരും, അതെനിക്ക് ബ്രേക്ക് ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഗോള് കീപ്പ് ചെയ്യുക, ആൻഡ് നമ്മളിപ്പോൾ ഉള്ള സന്തോഷത്തിനെക്കാട്ടി കൂടുതൽ ആ ഗോള് അറ്റൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനെ കുറിച്ച് ആലോചിക്കുക. എന്നിട്ട് അതിനു വേണ്ടി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ്. അതാണ്. അപ്പം പക്ഷേ പൊതുവെ ആളുകൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ ജനറേഷൻ ജസ്റ്റ് ജോബിന് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സാലറി, 30,000 റുപ്പീസ്, അടുത്ത മാസം തന്നെ ഒരു ഐഫോൺ EMI ഇടാം. അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ. ഇതിനെക്കാട്ടി വലിയ സന്തോഷങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മിക്ക ആളുകളും ഹാപ്പിനെസ് മണി ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് പൈസയും വെൽത്തും ഉള്ളവർക്ക് അറിയാം ഹാപ്പിനെസ് എവറിത്തിങ് ഇസ് നോട്ട് മണി എന്നുള്ള കേസ്. അപ്പോൾ ചില സന്തോഷങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമില്ല. ആ ഗോൾ സെറ്റ് ചെയ്തിട്ട് മൂവ് ചെയ്താൽ മതി. എൻ്റെ കേസ് 60 വയസ്സ് കഴിഞ്ഞ് ട്രാവൽ ചെയ്യണം, ഞാൻ ഗോൾ സെറ്റ് ചെയ്തു. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ട് എനിക്കിപ്പോൾ അറൗണ്ട് 27 ഇയേഴ്സോളമായി. അപ്പോൾ അതിന് വേണ്ടി ഒരു ഫണ്ട് എനിക്ക് ചൂസ് ചെയ്യണം. സോ ആ ഫണ്ട് ഞാൻ എങ്ങനെ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അതിൽ എന്തെല്ലാം ഒരു ക്രൈറ്റീരിയാസ് നോക്കേണ്ടി വരും? പല ഫാക്ടേഴ്സും ഉണ്ട്. ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് പറയാം. ഒരു ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് പോകുന്ന പോലെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആനന്ദ് ഡിസൈഡ് ചെയ്ത് എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, നേരെ അപ്പം തന്നെ മെട്രോ പിടിച്ച് എയർപോർട്ടിൽ ചെന്ന് ഏതാ ഫ്ലൈറ്റ് അതിൽ കയറി പോവുകയല്ല ചെയ്യുക. ആദ്യം നമുക്കൊരു ക്ലിയർ ഐഡിയ വേണം, ഏത് സ്ഥലത്ത് പോകണം, ആ സ്ഥലത്ത് എത്ര നേരത്തിൻ്റെ ഉള്ളിൽ എത്തണം, എത്ര നാൾ അവിടെ ഉണ്ടാവും, ഓക്കെ, എങ്ങനെ പോകണം, പെട്ടെന്ന് എത്തണോ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ എത്തണോ, അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുക. 3 ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് ഇക്വിറ്റി ഫണ്ട്സ് ഉണ്ട്, റിസ്ക് കൂടുതലാണ്, പക്ഷേ കൂടുതൽ ടൈം ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ റിട്ടേൺ കിട്ടും. അതേപോലെ തന്നെ ഡെറ്റ് ഫണ്ട്സ് ഉണ്ട്. ഡെറ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ നമുക്കൊരു ചെറിയ റിട്ടേൺ കിട്ടുന്നതാണ് ഡെറ്റ് ഫണ്ട്സ്. 3 to 5 years. എബൌട്ട് 10 years അല്ലെങ്കിൽ 5 and above നമുക്ക് ഇക്വിറ്റി ഫണ്ട്സിൽ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഫണ്ട്സും അതേപോലെ തന്നെ ഗോൾസും സെറ്റ് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോലും നിങ്ങളൊരു വളരെ എക്സൈറ്റിംഗ് ആയിട്ട് റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പ്ലെയിനിൽ ട്രാവൽ ചെയ്യാം. ഓക്കെ, പ്ലെയിനിൽ ട്രാവൽ ചെയ്യുന്നത് ഏറ്റവും സേഫസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത് കുറച്ച് 2 ആക്സിഡൻസ് ആയതുകൊണ്ട് റിസ്ക്കിയാണ്. അതേപോലെ തന്നെ അഡ്വെഞ്ചർ ഒന്നും ഇഷ്ടമല്ല, എനിക്ക് എങ്ങനെയെങ്കിലും സേഫായിട്ട് അവിടെ എത്തിയാൽ മതി എന്നൊക്കെ ഉള്ള ആളാണെങ്കിൽ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഡെറ്റ് ഫണ്ട്സോ ബാലൻസ് ഫണ്ട്സോ എടുക്കാം. അതാണ് കാര്യം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഇതൊന്നും അറിയാത്ത ഒരാളാണ്. ഓക്കെ, ട്രാവൽ ചെയ്യാനേ എനിക്ക് പ്ലാൻ ചെയ്യാനും എനിക്ക് വളരെ ആങ്ഷ്യസ് ആയിട്ടുള്ള ആളാണ്, എന്ത് പറ്റുമെന്ന് അറിയില്ല, എൻ്റെ മൈൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എന്താ ചെയ്യുക, നമ്മളൊരു
ടൂർ അഡ്വൈസറെ പിക്ക് ചെയ്യും, ഒരു ഗൈഡിനെ പിക്ക് ചെയ്യും. ആ ഗൈഡ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് തരും. ഇനി ഇതൊക്കെ പ്ലാൻ ചെയ്താലും പോലും നമ്മൾ വിചാരിച്ച പോലെ ട്രിപ്പ് നടക്കൂല. ഇപ്പം അടുത്ത് എനിക്കൊരു ഇലക്ട്രിക് കാറാണുള്ളത്. ഇപ്പം അടുത്ത് നമ്മൾ മൂന്നാർ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് കുറച്ചെത്തിയപ്പോൾ തന്നെ ചാർജ് ഡൗൺ ആയി, അടുത്ത് ചാർജിങ് സ്റ്റേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളൊരു പ്ലാൻ ബിയും അതേപോലെ തന്നെ നമ്മൾ റീബാലൻസ് ചെയ്യേണ്ടതൊക്കെ വരും. എത്ര സ്ട്രിക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്താൽ പോലും അതിനും റെഡി ആയിട്ടിരിക്കുക. 30,000 സാലറി കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് പോയി EMI ഐഫോൺ എടുക്കുമെന്ന് പറഞ്ഞു. സോ സേവിങ് മെൻറ്റാലിറ്റി ഇല്ല. അപ്പം ആ ഒരു മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് എമൗണ്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുന്നത്. ഡെഫിനറ്റ്ലി. സോ ആ ഒരു സിസ്റ്റം അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണോ, അതല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ പോകണം സേവ് ചെയ്യണ മെൻറ്റാലിറ്റിയിലേക്ക്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മോർ എംഫസിസ് സേവിങ്ങിനെയും കാട്ടി കൂടുതൽ സ്പെൻഡിങ്ങിലാണ്. ഓക്കെ, ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കുന്നത് തന്നെ സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത്. ഓൺ ദ അതർ വേ നമ്മൾ സേവിങ്, ഓക്കെ, നമ്മളൊരു 30,000 റുപ്പീസ് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം പേ യോർ സെൽഫ് ഫസ്റ്റ്. അതിൽ നിന്ന് ഒരു 10,000 റുപ്പീസ് നമ്മൾ മാറ്റി വെച്ചിട്ട് അത് നമ്മളിലേക്ക് തന്നെയാണ് പേ ചെയ്യണം. അതാണ് സേവിങ് എന്ന് വിചാരിച്ചാൽ മതി. പേ യോർ സെൽഫ് ഫസ്റ്റ്. കാരണം നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളിത് എടുക്കും. പിന്നെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, ദർ ഇസ് നത്തിങ് റോങ് ഇൻ സ്പെൻഡിങ്. നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു റൂളുണ്ട്, 50-30-20 റൂൾ എന്ന് പറയും. നമ്മൾ കിട്ടുന്ന എമൗണ്ടിൽ 50%, 1 lakh കിട്ടുകയാണെങ്കിൽ 50,000 രൂപ നമ്മുടെ എക്സ്പെൻസസിന്, നീഡ്സിന്, ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ് എക്സ്പെൻസസ്, സ്കൂൾ ഫീസ് എല്ലാം. ഒരു 30% നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ കേസസിന്. ഓക്കെ, പിന്നെ ഒരു 20% സേവ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു ഏതൊരു സാധാരണ ആൾക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഇത് ചെയ്ത് കഴിഞ്ഞ് അത്യാവശ്യം നമ്മളൊരു സേവിങ് കോർപ്പസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോൺഫിഡൻസ് വരും. അല്ലാത്ത പക്ഷേ ഈ സേവിങ്സ് ഇല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റോ എന്തോ കാര്യങ്ങൾ ചെയ്തോട്ടെ, എന്തെങ്കിലും ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ആവും, ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും. സേവിങ്സിൽ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ അത് നമ്മൾ ഈ സേവിങ്സിൽ തന്നെയാണോ എടുക്കുന്നത്, അതോ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോർപ്പസ് അവിടെ ബിൽഡ് ചെയ്ത് വെക്കണോ? ശരിക്കും നമുക്ക് എല്ലാവർക്കും ഇൻകം ഉണ്ട്, ബിസിനസ് ചെയ്ത് ഇൻകം ഉണ്ടാക്കുന്നവരുണ്ട്, അൺഇവൺ ആണ്, സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഫിക്സഡ് സാലറീസ് കിട്ടും. ഈ കിട്ടുന്ന എമൗണ്ടിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 50-30-20 റൂൾ ഉണ്ടല്ലോ, ആ 20% മാത്രം നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ ആ 20 സേവിങ്സ് ആയിട്ട് കിടക്കും. ആ 20% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. സേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് അതിലൊരു വെൽത്ത് ക്രിയേഷനോ എമർജൻസി ഫണ്ട് പോലെയാണ്. അതെ, അതിൻ്റെ അകത്ത് വേറെ ഇത് ഗ്രോത്തോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഈ സേവ് ചെയ്ത എമൗണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു പാർട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എല്ലാവർക്കും കാണാത്തൊരു ത്രെറ്റ് ഉണ്ട്, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ട്. എല്ലാത്തിനും വില കൂടും, നമുക്കത് ബീറ്റ് ചെയ്യാൻ പറ്റൂല. ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കത് ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും. ഐ തിങ്ക് അറൌണ്ട് 6% ഇൻഫ്ലേഷൻ FD ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പം ഐ തിങ്ക് 7 ബീറ്റ് ആവുന്നില്ല. ഇല്ല. സോ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, അത്രേ ഉള്ളൂ. ഈവൻ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് FD ഇടാന്നുള്ളത്. FD ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹു ഏൺ മണി എല്ലാം കൊണ്ട് FD-യിലിടും. FD-യിൽ 7% ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഇത് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് 30% ടാക്സ് ലാബിലുള്ള ആളാണെങ്കിൽ അതിൻ്റെ 30% വീണ്ടും ടാക്സ് ആയിട്ട് പോകും. അപ്പം നെറ്റ് ഒരു പോസ്റ്റ് ടാക്സ് എമൗണ്ട് നമുക്ക് ആ കൂടെ ഒരു 3% 4% കിട്ടുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി വി ആർ ലൂസിങ് ഔട്ട് ഓൺ മണി. അപ്പോൾ അത് കാരണമാണ് നമ്മൾ കറക്റ്റ് മീൻസിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാനുള്ള ഒരു റിട്ടേൺ ഉണ്ടാക്കുക എന്ന് പറയാം. എനിത്തിങ് എബവ് ഇൻഫ്ലേഷൻ, ഇപ്പോൾ 8% ആയാലും 9% ആയാലും നോ പ്രോബ്ലം. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ആവറേജ് ഒരു 5 to 10 years ഡൗൺ ദ ലൈൻ നോക്കുകയാണെങ്കിൽ 12-13% ഒക്കെ ഈസിലി നമുക്കത് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ ഈ മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മുടെ ടൈം ഒരു മെയിൻ ഫാക്ടറാണ്. ഇപ്പം നേരത്തെ കാൽക്കുലേഷൻ 30 years ആണ് 1 CR ആവാൻ വേണ്ടി എടുത്ത ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് ഫസ്റ്റ് 10 years ആകുമ്പോൾ ഐ തിങ്ക് അറൗണ്ട് 5 lakh സംതിങ്ങേ വരുന്നുള്ളൂ. 20 years വരുമ്പം അറൗണ്ട് ഒരു 30 something lakh വരുന്നത്. ബട്ട് അതായത് ഒരു 5 വർഷമോ അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പം നമ്മുടെ കോർപ്പസ് ഡബിൾ ട്രിപ്പിൾ അങ്ങനെയാണ് പോകുന്നത്. സോ അത്രത്തോളം ഡ്യൂറേഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ആ ഡ്യൂറേഷൻ ഒരു കാൽക്കുലേറ്റഡ് ലൈഫ് നമ്മൾ ജീവിക്കേണ്ടി വരും. അതായത് 50-30-20 റൂളിൻ്റെ ആ റൂള് ഫോളോ ചെയ്യുകയാണ് ഒരു കാൽക്കുലേറ്റഡ് ലൈഫ്. അപ്പം പലരും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാൻ ഇല്ല, സോ ഇങ്ങനെ സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? ആ ഒരു ചോദ്യം മോസ്റ്റ്ലി കേൾക്കുന്നൊരു ചോദ്യമാണ്. സോ ഹൗ ഡു യു അഡ്രസ് ദാറ്റ്?
നാളെ ഇല്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കേൾക്കണേ. ഞാൻ യൂഷ്വലി ഇത് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ പറയും, നിങ്ങൾ ആ സേവ് ചെയ്തിട്ട് എന്തിനാന്ന് ചോദിക്കും. നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് സേവ് ചെയ്ത എമൗണ്ട് ഉണ്ട്, നിങ്ങൾ വെറിയേണ്ട കാര്യമില്ല, നിങ്ങൾ ഓൾറെഡി അവിടെ ഇല്ല. ഓക്കെ, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതൊരു ഇറ്റ്സ് ലൈക്ക് ഇങ്ങനത്തെ റീസൺസ് പറയുന്ന ആൾക്കാർ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത ആളുകളാണ്. അവരാണ് ഇങ്ങനെ പറയുള്ളൂ. ഉള്ളവർ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുക പോലും ഇല്ല. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് നെസസറി നമ്മളെപ്പോഴും എല്ലാം ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ്ലി സേവ് ചെയ്യണം എന്നല്ല, ഈക്വലി നമ്മൾ സ്പെൻഡും ചെയ്യണം. അത് ഇറ്റ്സ് ലൈക്ക് ഒരു വെയിങ് ബാലൻസ് പോലെ രണ്ടും ഒരു ഈക്വലായിട്ട് കൊണ്ടുവരണം. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം ഇപ്പോൾ അധികം സ്പെൻഡിങ് വന്നാലും അല്ലെങ്കിൽ അധികം സേവിങ് വന്നാലും ഒക്കെ ഡേഞ്ചറാണ്. ആ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. ഇനി നമുക്ക് സേവ് ചെയ്ത് നമ്മൾ ഇല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് വെൽത്ത്, അടുത്ത ജനറേഷൻ അത് പാസ് ചെയ്ത് പോകും. അപ്പോൾ അതായത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിനെയും കാട്ടി നല്ലത് നമ്മളത് പ്ലാൻ ചെയ്തിട്ട് കൊണ്ടുപോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. യങ്ങർ ഏജ് ഒരു 20s, നമ്മുടെ ഓഡിയൻസ് ആണെങ്കിൽ മോസ്റ്റ്ലി യങ്ങർ ജനറേഷൻസ് ആണ്. ഇപ്പം സിപ്പ് ഇപ്പം ഒരു ഐ തിങ്ക് ഒരു 35 yearsന് മുകളിൽ ഉള്ള ആ ഒരു കൗണ്ട്, സിപ്പിൻ്റെ ഒരു കൗണ്ട് എടുത്താലും അറൗണ്ട് ഒരു മോസ്റ്റ്ലി ഒരു 20 to 30s ഇടയിലുള്ള ജനറേഷനാണ് SIPs ഇപ്പം ഏറ്റവും അധികം കണ്ടുവരുന്നത്. അപ്പോൾ അവർക്കൊരു കാൽക്കുലേറ്റഡ് ലൈഫ് അവർ ജീവിക്കേണ്ടി വരും. പക്ഷേ ആ ഒരു ഏജ് കുറച്ചും കൂടി ഒരു റിസ്ക് എടുക്കേണ്ട ഒരു ഏജ് അല്ലേ ശരിക്കും? ഡെഫിനറ്റ്ലി. അപ്പം അതായത് വി ക്യാൻ എക്സ്പ്ലോർ, പുതിയ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, പൊട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ ഒരു 30 കഴിയുമ്പോൾ അതിൻ്റേതായ റിസ്കുകളുണ്ട്. സോ ആ ഒരു ഏജ് 20 to 30 നമുക്ക് ആ ഒരു കാൽക്കുലേറ്റഡ് ലൈഫ്, നമ്മൾ ആ കാൽക്കുലേറ്റഡ് ലൈഫ് ജീവിക്കുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ രണ്ടും ബാലൻസ് ചെയ്ത് പോകേണ്ടി വരും. അത് നമുക്ക് എങ്ങനെ കുറച്ചുകൂടി എഫക്റ്റീവ്ലി ചെയ്യാൻ പറ്റുമോ? ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ 20 to 30 years എന്ന് പറഞ്ഞല്ലോ, അല്ല ഓഡിയൻസസ് ചിലപ്പോൾ അതായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ അണ്ടർ പെനിട്രേറ്റഡ് ആയിട്ടുള്ള ഏജ് 20 to 30. ഈ ഏജ് ഗ്രൂപ്പ് അവർക്ക് ഇൻഷുറൻസസ് എടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്ന ആൾക്കാരും കുറവാണ്. പിന്നെ ഇങ്ങനത്തെ ഈ ചാനൽസും യൂട്യൂബൊക്കെ കണ്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാടാണ്. പക്ഷെ അവരൊന്നും മാർക്കറ്റിൽ സ്റ്റേ ചെയ്യൂല. പിന്നെ അനന്ത് പറയുന്ന പോലെ കാൽക്കുലേറ്റഡ് ലൈഫ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കിട്ടുന്ന ഇൻകമിൽ നിന്ന് നമ്മളൊരു പെർസെൻറ്റേജ് മാറ്റി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ കൂടുതലായാലും ദർ ഇസ് നത്തിങ് റോങ്. അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ കുറഞ്ഞാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഒരു സാലറി ഇപ്പോൾ ഒരു പെർ ഇയർ ഒരു 5 lakh ഇൻകം കിട്ടുന്ന ആളാണെങ്കിൽ അവർ ഓരോ കൊല്ലം ജോബ് ചെയ്യുമ്പോൾ അവരുടെ ഇൻകം കൂടും, അതിനനുസരിച്ചിട്ട് കൂടും. അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ കാൽക്കുലേഷനൊക്കെ മാറ്റണം. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റഡ് എന്നുള്ളൊരു കാര്യമല്ല. കാൽക്കുലേറ്റ് ചെയ്യണത് യാതൊരു ഡിസിപ്ലിനും ഒന്നും ഇല്ലാത്ത കാരണം ജസ്റ്റ് ടു സ്റ്റാർട്ട് വിത്ത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇൻകം കൂടുന്ന അനുസരിച്ചിട്ട് ഇപ്പോൾ നേരത്തെ ഒരു അനന്ത് പറഞ്ഞ കാര്യം, ഒരു 30 years ഇറ്റ്സ് എ ലോങ് ടൈം എന്ന് പറയും. ഡെഫിനറ്റ്ലി 30 years ലോങ് ടൈമാണ്. ടൈം എടുക്കും വെൽത്ത് ഗ്രോ ചെയ്യാൻ വേണ്ടി. പക്ഷേ ഓരോ കൊല്ലം ഇപ്പോൾ മന്ത്ലി 10,000 rupees SIP ചെയ്യുന്ന ആൾക്ക് നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ആൾക്ക് സാലറി കൂടുതൽ കിട്ടും. സാലറി കൂടുതൽ കിട്ടുമ്പോൾ ആളുകൾ എന്താ ചെയ്യുക, അതിനനുസരിച്ചിട്ട് സ്പ്ലർജ് ചെയ്യും. കുറച്ച് വലിയ കാറ്, വലിയ വീട്, അങ്ങനെ ആ ഇതിലേക്ക് പോകും. അതിലേക്ക് പോണതിന് പകരം ആളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാം, സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 30 കൊല്ലം കഴിഞ്ഞ് എത്തേണ്ട ഗോള് വളരെ കുറച്ച് ടൈമിൽ നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടി ഏർലി ഏജിൽ റിട്ടയർ ചെയ്യാം. ഏർലി ഏജിൽ റിട്ടയർ ചെയ്യാം. ലൈക്ക് അങ്ങനെ റിട്ടയർ എന്ന് തന്നെ പറയാം. ഓക്കെ, സോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് റിട്ടേൺ ഏർലി. സോ അതായത് ആ ഒരു ഫയർ ഗോൾസ് ഒരു ടേമാണ് അത്, ഫയർ ഗോൾസ്. പക്ഷേ പുഷ്പേത്ത ഫയർ അല്ല കേട്ടാ, എല്ലാവർക്കും ആ ഫയർ മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഫിനാൻസിൽ ഒരു ഫയർ ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് റിട്ടയർ, അതാണ് ആ ഫയർ. ഓക്കെ, സോ അതായത് ഓരോ ഇയർ കഴിയുമ്പം സാലറി കൂടും. സോ നമ്മുടെ ഫണ്ടും അതിനൊപ്പം സ്റ്റെപ്പ് അപ്പ് ചെയ്യാം. സോ ഇത് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടോ? അപ്പം നമ്മുടെ ആ ഒരു, അതായത് മോസ്റ്റ് ഓഫ് ദി ടൈം ഇപ്പം ലാർജ് ക്യാപ് ഫണ്ട്സ്, ഇന്ത്യ ഒരു ഗ്രോയിങ് എക്കണോമി ആയതുകൊണ്ട് ലാർജ് ക്യാപ് ഫണ്ട്സ് ആ സ്വീറ്റ് സ്പോട്ട് എത്തിയിട്ടില്ല. പക്ഷേ ആഫ്റ്റർ ഐ തിങ്ക് ഒരു 10-15 years വേണമെങ്കിൽ ആ ഒരു സ്വീറ്റ് സ്പോട്ട് എത്താം. അതായത് ഒരു പ്രൈസ് റേഞ്ചിനിടയിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഒരു 15 to 16 മോസ്റ്റ്ലി ലാർജ് ക്യാപ് ഫണ്ട്സ്. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ ഫണ്ടുകൾ സ്വിച്ച് ചെയ്യേണ്ട സിനേറിയോസും ഉണ്ട്. സോ ആ സമയത്ത് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന, ഐ തിങ്ക് ഏറ്റവും വില കുറഞ്ഞ ഫണ്ട് പോയി വാങ്ങിക്കും. NAV ഏറ്റവും 10 രൂപ, അതെ 10 രൂപ 5 രൂപ ഉള്ള ഏറ്റവും ചെറിയ ഫണ്ട് കൊണ്ടുപോയി വാങ്ങിക്കും. സോ അതിനൊരു കാൽക്കുലേഷൻ വേണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ആ ഒരു 10,000 rupees അല്ലെങ്കിൽ 50-30-20 റൂൾ, അതിൽ 20 ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നു. അപ്പോൾ ആ 20 റൂളിൽ ഒരു സ്വിച്ചിങ്ങിന് വേണ്ടി നമ്മളൊരു
എമൗണ്ട് മാറ്റി വെക്കണോ അതിന് വേണ്ടി? വേറെ ഓൾറെഡി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് പിന്നീട് മാറ്റണമെന്നുള്ള ഇറ്റ് പ്യോർലി ഡിപ്പെൻസ് അപ്പോൺ യുവർ റിസ്ക് കേപ്പബിലിറ്റി. ഇപ്പോൾ ചില ആളുകളുണ്ടാവും ഒരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കോർപ്പസ് ആയി കഴിഞ്ഞ് ഓക്കെ ഏജ്ഡ് ആണ്, അവർക്ക് വേറെ ഗോൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള ആളുകൾ എന്തായാലും സ്വിച്ച് ചെയ്യേണ്ടി വരും, ഒരു കുറച്ചുകൂടി സേഫർ ഫണ്ട്സിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ ഏജ് ഗ്രൂപ്പ്. പല ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ഏജ് ഗ്രൂപ്പ്, നമ്മുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, നമ്മുടെ ഇൻകം, പിന്നെ നമ്മുടെ ട്രേറ്റും. ഇപ്പോൾ നല്ല ഇൻകം ഉള്ള ആൾക്ക് ഹൈ റിസ്ക് എടുക്കാൻ പറ്റണമെന്നൊന്നുമില്ല, അവർക്ക് ആ ഒരു സീസൺഡ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഡെഫിനറ്റ്ലി സ്വിച്ചിങ് ആവശ്യമുണ്ട്. അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കോർപ്പസ് വരുമ്പോൾ മാത്രമാണ്. ഒരു കോർപ്പസ് വന്നു കഴിഞ്ഞാൽ അതിന് റിസ്ക് കൂടുതലാണ്. അതായത് ഫണ്ടിൻ്റെ ബേസ് ചെയ്തല്ല, ഫണ്ടിന് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സ്വിച്ച് ചെയ്യണത്, കുറച്ചുകൂടി ലോവർ റിസ്ക് ഫണ്ട്സിലേക്ക് മാറ്റും. പക്ഷെ അത് ചെയ്യണോ വേണ്ടേന്നുള്ളത് ആളുടെ ഗോൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ലൈക്ക് ഒരു 6 months ഒക്കെ കൂടുമ്പോൾ ഒന്ന് റിവ്യൂ ചെയ്യണത് നല്ലതാണ്. പക്ഷെ ഒരു കോർപ്പസ് ബിൽഡ് ആയതിനു ശേഷം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പോൾ ലാസ്റ്റ് 2 years ആയിട്ട് മ്യൂച്വൽ ഫണ്ട് SIP സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്, ദേ ആർ ഓൾ വെരി ഹാപ്പി അൺടിൽ കഴിഞ്ഞ നവംബർ വരെ എല്ലാവരും ഭയങ്കര പ്രോഫിറ്റാണ്, 40,000 50,000 ഒക്കെ പ്രോഫിറ്റാണ്. ആ 2 കൊല്ലത്തെ പ്രോഫിറ്റ് വൈപ്പ് ഔട്ട് ചെയ്തത് 1 മാസം കൊണ്ടാണ്. അതെ, ഓക്കെ. അപ്പോൾ ഇവർ എടുത്തു നോക്കുമ്പോൾ അവർക്ക് വിഷമം എന്താണെന്ന് വെച്ചാൽ, സനൂപ ഇന്നലെ ഞാൻ 50,000 രൂപ പ്രോഫിറ്റ് കണ്ടതാണ്, ഇന്ന് 5,000 ഉള്ളൂ, അതാണ് വിഷമം. ഓക്കെ. അപ്പോൾ ഈ ഒരു കേസ് അത് സ്വിച്ചിങ്ങിന് പറ്റിയ കേസല്ല. ഇൻസ്റ്റഡ് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. വി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആരും അറിയുന്നില്ല, ഷോർട്ട് ടേമിൽ നമ്മൾ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് താഴെ പോയാൽ യു ആർ ഗെറ്റിംഗ് ദ യൂണിറ്റ്സ് അറ്റ് എ ലോവർ പ്രൈസ്. ആവറേജ് റുപ്പി കോസ്റ്റ് ആവറേജിങ് ഉണ്ട്, അതിലാണ് നമ്മൾ എൻജോയ് ചെയ്യുക. ഇപ്പോൾ 2 years കഴിഞ്ഞ് 3rd year എൻഡിങ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് വരും. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 1 year 2 year ഒക്കെ ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, ഒരു ടൈം ഫ്രെയിം കൊടുക്കണം. ഞാൻ എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കേസ് പറഞ്ഞു, ഫസ്റ്റ് 5 years ഇസ് വെരി ഡിഫിക്കൾട്ട്. എന്തെങ്കിലും ഡൗൺ സൈഡ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ. 5 കൊല്ലം എങ്ങനെങ്കിലും ആളെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഹി നെവർ സ്റ്റോപ്സ്. കാരണം ആൾക്ക് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. കാണാത്തവർ വരുമ്പോഴാണ് പ്രശ്നം. ആ ഒരു സൈക്ലിക്കൽ ഫേസിലൂടെ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഓക്കെയാണ്, അവർക്ക് അറിയാം ഇന്ന് ഇത്രയും കുറഞ്ഞുകൊണ്ട് ഇതാ. അപ്പോൾ ഇപ്പോൾ സീസൺഡ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അപ്പോൾ അവരിപ്പോൾ ഡൗൺ സൈഡ് വന്നാൽ ദേ ആർ ഹാപ്പി. വന്നിട്ട് ചോദിക്കും ഞാൻ കൂടുതൽ ഇടട്ടെ എന്ന് ചോദിക്കും. ഈ കൂടുതൽ ഇടണതും അതുപോലെ തന്നെ ഡോണ്ട് പുട്ട് ഓൾ ഓഫ് എ സഡൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി ബിലീവ് ഇൻ ഇന്ത്യാസ് ഗ്രോത്ത് സ്റ്റോറി. ഇത്ര കൊല്ലം കഴിഞ്ഞാൽ നമ്മളൊക്കെയാണ് ഇന്ത്യയിലുള്ളത്, ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗോ അപ്പ്. ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ് എപ്പോഴും വേണം. ഓക്കെ. സോ ഷോർട്ട് ടേം, അതായത് നവംബർ തൊട്ടാണ് മാർക്കറ്റ് കുറച്ചുകൂടി ഒരു നെഗറ്റീവ് ടോണിലേക്ക് മാത്രമേ, ബെയറിഷിലേക്ക് ആയിട്ടില്ല. ഐ തിങ്ക് ഇന്ന് January 23rd ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പം ബെയറിഷ് ടോണിലേക്ക് ആയിട്ടില്ല മാർക്കറ്റ്. ആ ഒരു ഫേസ് അതായത് നമ്മൾ ഒക്ടോബറിൽ നമ്മൾ പോർട്ട്ഫോളിയോ ഒക്കെ നോക്കുമ്പം നല്ല പ്രോഫിറ്റും കാണും, പക്ഷേ ഈ ഒരു മന്ത് ആകുമ്പോൾ നല്ല നെഗറ്റീവ് ടോണിലാണ് പോർട്ട്ഫോളിയോ വരുന്നത്. അപ്പോൾ ആ കേസ് സ്വിച്ചിങ് പറ്റില്ല. സോ നമുക്ക് ആ ടൈമിൽ പുതിയ ഫണ്ട് കണ്ടെത്തി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൂടെ? ഞാൻ ഇത്രയും ഡിഫിക്കൽട്ട് കാര്യം ആലോചിക്കേണ്ട കാര്യമില്ല. അത് ഇറ്റ്സ് ലൈക്ക് നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണത്? ഒരു ഗോളിന് വേണ്ടിയിട്ടാണ്. ആ ഗോൾ സാറ്റിസ്ഫൈ ചെയ്യണത് ഇത്ര ടൈം ഫ്രെയിം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇമാജിൻ യു ആർ ഗോയിങ് ഇൻ എ ഷിപ്പ്, വലിയൊരു കപ്പലിൽ പോവാം. കപ്പലിൽ പോണത് ഡെസ്റ്റിനേഷൻ ആ സ്ഥലമാണ് നമ്മൾ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റും. ചിലപ്പോൾ സ്റ്റോംസ് വരും, മഴ വരും, പ്രശ്നങ്ങൾ വരും. ചിലപ്പോൾ ഇത് തകരാൻ പോണ പോലെ ആയിപ്പോവും. ആൾക്കാരെന്താ ചെയ്യുക? കപ്പലിൽ നിന്ന് എടുത്ത് ചാടും, വെള്ളത്തിലേക്കാണ് പോവുക. പകരം ഈ സ്റ്റോംസ് വരുന്നുള്ള കാര്യം നമ്മൾ നേരത്തെ അറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടി പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ, അവിടെ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു സിമ്പിൾ തിങ്, പേഷ്യൻസ്. ചില കാര്യങ്ങളിൽ ഒന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. 5 star ആഡ് പോലെ അത്രേ ഉള്ളൂ. ഡു നത്തിങ്. കാരണം ഹ്യൂമൻസ് ആർ ലൈക്ക് ദാറ്റ്. വേറെ ഒരാൾ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ അപ്പോൾ ചെയ്യണ്ടേ എന്നുള്ളൊരു കേസാണ്. അപ്പോൾ അങ്ങനെയല്ല, വി ആർ എ ഡിഫറെൻറ്റ് പേഴ്സൺ. നമ്മൾ വീട്ടിലോ ജോലിക്കോ ചെയ്യുന്ന കാര്യമല്ല അവർ ചെയ്യണത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യത്തിൽ മാത്രം അവർ ചെയ്യണ പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പ്യോർ സൈക്കോളജിയാണ്. സ്റ്റേ നത്തിങ്. അപ്പോൾ ഇനീഷ്യലി ഇങ്ങനത്തെ സ്റ്റോംസ് വന്നു കഴിഞ്ഞാൽ ഹോൾഡ് ഓൺ ടൈറ്റ്, അത്രേ ഉള്ളൂ കാര്യം. ആൻഡ് വി ആർ വെരി ഷുവർ ആ ടൈം ആകുമ്പോൾ നമ്മുടെ കപ്പൽ ആ ഡെസ്റ്റിനേഷനിൽ എത്തും എന്നുള്ളൊരു കാര്യം. ഓക്കെ. സോ നേരത്തെ ഫയർ ഗോൾസിനെ പറ്റി പറഞ്ഞു, അതിൽ റിട്ടയർ ഏർലി. സോ റിട്ടയർ ഏർലി, അതിൽ നമ്മൾ ഇടുന്ന SIP എമൗണ്ട്, ആ ഒരു എമൗണ്ടിന് എന്തുമാത്രം പ്രാധാന്യം കാണും? അതായത് ഇപ്പം 50-30-20 റൂൾ പറഞ്ഞു. ഓക്കെ. സോ ഐ തിങ്ക് ആ റൂളിലൊരു നോർമൽ ഒരു 50 years ഒക്കെയാണ് റിട്ടയർമെൻറ്റ് വരുന്നത്. ബട്ട് ഒരു 35 അല്ലെങ്കിൽ ഒരു
30 ഇയേഴ്സ് റിട്ടയർ ആവണം. റിട്ടയർ ആവണം. ഓക്കെ. അപ്പം കുറച്ച് ട്രിക്കിയാണ് 30 ഇയേഴ്സ് റിട്ടയർ ആവണം. സോ ആ റൂള് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യണ്ടേ? ഡെഫിനറ്റ്ലി. ഇപ്പോൾ എല്ലാവരും ഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു വലിയൊരു മൂവ്മെൻ്റ് ആണ് ഫയർ ഫോളോ ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. പറയുമ്പോൾ നല്ല എളുപ്പമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് റിട്ടയർ ഏർലി. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ടേം ഞാനൊന്ന് ഇത് ചെയ്ത് തരാം. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് റിട്ടയർ ഏർലി എന്ന് പറഞ്ഞാൽ പണിയെടുക്കാതെ വീട്ടിലിരിക്കുക എന്നുള്ളതല്ല. ഇനീഷ്യൽ ഡേയ്സിൽ വാട്ട് യു ആർ ഡൂയിങ്, ജോബ് കഴിഞ്ഞ് ഐ മീൻ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആർ ഡൂയിങ് വർക്ക്. നമ്മളെല്ലാവരും എന്തിനാണ് വർക്ക് ചെയ്യണം? പൈസയ്ക്ക് വേണ്ടിയിട്ട്. പൈസ എന്തിനാണ്? ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യു ആർ ഏർണിംഗ് മണി ടു ലിവ്. ഫയർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ യു മെയ്ഡ് മണി. നമ്മൾ പൈസയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിന് പകരം ബ്യൂട്ടിഫുൾ തിങ്സ് പൈസ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. ആൻഡ് യു ആർ റിട്ടയർഡ്. റിട്ടയർഡ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കലല്ല, നമ്മൾ നേരത്തെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിരുന്ന ആക്ടിവിറ്റി നമ്മൾ തൽക്കാലം ചെയ്യുന്നില്ല. പകരം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു. ആൻഡ് യു മേ ബി മേക്കിംഗ് സം മണി ഔട്ട് ഓഫ് ഇറ്റ് ഓർ യു മേ നോട്ട്. പറയുമ്പോൾ നല്ല എളുപ്പമാണ്. ദർ ആർ പീപ്പിൾ ഹു ഹാവ് അറ്റൈൻ ദിസ് 35 ഇയേഴ്സും 40 ഇയേഴ്സ്. US അറ്റൈൻ ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ ലൈഫിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻസ് വന്നു കഴിഞ്ഞാൽ ഇത് പൊളിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പീപ്പിൾ ഹു വാണ്ട്സ് ഫയർ, ഹു വാണ്ട് ടു റിട്ടയർ ഏർലി, മൈൻഡ് സെറ്റ് വളരെ സ്ട്രോങ് ആയിരിക്കണം. ഇറ്റ് ഡിപ്പെൻസ്. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന കാരണം ഒറ്റയ്ക്കാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. വെൻ യു ഗെറ്റ് മാരീഡ്, വെൻ യു ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി, പാരൻസും ഇതൊക്കെ ഉള്ള സമയത്ത് എന്ത് എമർജൻസിയോ കാര്യങ്ങളോ ഒക്കെ വരാം, പ്രയോറിറ്റീസൊക്കെ മാറാം. അപ്പോൾ ഈ പ്ലാനിങ് ഒക്കെ തെറ്റിപ്പോകും. അപ്പോൾ 50-30-20 റൂൾ ഇസ് വെരി ഡിഫിക്കൾട്ട് ഇൻ കേസ് ഓഫ് ഫയർ. ഫയർ കോൺസെപ്റ്റ് വരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 60-70% സേവ് ചെയ്യേണ്ടി വരും. ബാക്കി 30% വെച്ചിട്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്ക് നേരത്തെ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആനന്ദ് പറഞ്ഞ പോലെ 30 വയസ്സിൽ റിട്ടയർ ചെയ്യുക. 30 വയസ്സിൽ ഓക്കെ കുറച്ച് പൈസ വെച്ച് റിട്ടയർ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ഒരു കാര്യം ആലോചിക്കുന്നില്ല, വേറെ ഇൻകമൊന്നും ഇല്ലാതെ നമ്മൾ 60 വയസ്സ് വരെയും ജീവിക്കണം അല്ലെങ്കിൽ 70 വയസ്സ് വരെയും ജീവിക്കണം എന്നുള്ള കാര്യം ആലോചിക്കുന്നില്ല. അപ്പോൾ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു റൂൾ എന്ന് പറഞ്ഞാൽ ദേ ഫോളോ സംതിങ് കോൾഡ് ആസ് എ 25 റൂൾ എന്ന് പറയും. ഒരു കൊല്ലം നമുക്ക് വരുന്ന എക്സ്പെൻസ് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയാണെങ്കിൽ അതിൻ്റെ 25 ടൈംസ് 2.5 crores ആ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടയർ ചെയ്യാം. ടു ബി ഓൺ ദ സേഫർ സൈഡ് 30 റൂൾ. നമ്മൾ ഒരു കൊല്ലം വരുന്ന എക്സ്പെൻസിൻ്റെ ഇൻറ്റു 30 എടുത്ത് വെച്ചാൽ മതി. അത് വെച്ചിട്ട് റിട്ടയർ ചെയ്യാം. ടഫാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടേണ്ടി വരും, പിന്നെ കുറേ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അത് മാത്രമല്ല ബാക്കി ബേസിക് പില്ലേഴ്സൊക്കെ സ്ട്രോങ് ആയിരിക്കണം. എന്തെങ്കിലും ഹെൽത്ത് കൺസ്ട്രെയിൻസ് വരാം, ഹെൽത്ത് ഇൻഷുറൻസ് വേണം, എന്തെങ്കിലും ജോബ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാം. അപ്പോൾ എന്നാലും നമ്മൾ ആ ഒരു ഗോള് വെച്ച് കഴിഞ്ഞാൽ യു വിൽ എൻജോയ് ദിസ്. MyFin TV. Download the app now.